അപ്രതീക്ഷിത കുതിപ്പുമായി മുരിങ്ങയ്ക്ക. വിലയിൽ കാന്താരിക്കൊപ്പം. മണ്ഡലകാലം ആരംഭിച്ചതോടെ പച്ചക്കറിയുടെ വില കുതിക്കുകയാണ്. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത കുതിപ്പാണ് മുരിങ്ങയ്ക്കയുടെ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. മുരിങ്ങയ്ക്ക കിലോയ്ക്ക് 500 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. കാന്താരി മുളകിനും സമീപ ദിവസങ്ങളിൽ 200 രൂപയിലേറെ വർദ്ധിച്ച് കിലോയ്ക്ക് 500 രൂപയിലെത്തി. മുരിങ്ങയ്ക്കയുടെ വില 200 രൂപയ്ക്കും 300 രൂപയ്ക്കും ഇടയിലെത്തിയിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് 500 രൂപയിലേക്ക് എത്തിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മുരിങ്ങയ്ക്കയുടെ വരവ് കുറഞ്ഞതോടെയാണ് കേരളത്തിൽ ഇത്ര വലിയ വിലക്കയറ്റമുണ്ടായത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള വില കൂടിയ ഇനം മുരിങ്ങയ്ക്കയാണ് ഇപ്പോൾ കേരളത്തിലെ വിപണിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. 1/2 മീറ്ററോളം നീളം വരുന്ന ബറോഡ മുരിങ്ങയ്ക്കയാണ് വിപണിയിലെ താരം. ഇതിന് തമിഴ്നാട് ഇനത്തെ അപേക്ഷിച്ച് പച്ചനിറം കൂടുതലാണ്. സദ്യയ്ക്കും സൽക്കാരങ്ങൾക്കും വിഭവങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഇനമായതിനാലാണ് കുറഞ്ഞ നിലയെങ്കിലും മൊത്ത കച്ചവടക്കാർ മുരിങ്ങയ്ക്ക സ്റ്റോക്ക് ചെയ്യുന്നത്. നാടൻ മുരിങ്ങയ്ക്ക വിപണിയിലെത്തിയാൽ വിലയിൽ മാറ്റം പ്രതീക്ഷിക്കാമെന്ന് കച്ചവടക്കാർ പറയുന്നു. അതേസമയം കാന്താരി മുളകിനും വില കുതിക്കുകയാണ്. സമീപ ദിവസങ്ങളിൽ വരെ കിലോയ്ക്ക് 300 രൂപയായിരുന്നു കാന്താരിയുടെ വില. എന്നാൽ അടുത്ത ദിവസങ്ങളിലാണ് കാന്താരി മുളകിൻ്റെ വില 400-ഉം പിന്നിട്ട് 500-ലെത്തിയത്. നേന്ത്രപ്പഴ വിലയും മുകളിലേക്കാണ്. വിപണിയിൽ വരവ് കുറഞ്ഞതോടെയാണ് വില ഉയർന്നത്. കിലോയ്ക്ക് 45-50 രൂപയിൽ നിന്ന് 2 ദിവസം കൊണ്ട് വില 70-80-ലെത്തി. പച്ചക്കായ വില 35 രൂപയിൽ നിന്ന് 50 രൂപയായി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേന്ത്രക്കായ വരവ് നിലച്ചതും നാടൻ നേന്ത്രന്റെ വരവ് കുറഞ്ഞതുമാണ് വിലക്കയറ്റത്തിന് കാരണമായി പറയുന്നത്. അതേസമയം 2 മാസം മുമ്പ് 100 രൂപ വരെ വിലയുണ്ടായിരുന്ന ഞാലിപ്പൂവിന് വില 60 രൂപയാണ്. പൂവൻ പഴം 45 രൂപയ്ക്ക് കിട്ടും.